ായാലും പോത്തുണ്ടി ഇരട്ടക്കൊലപാതകത്തിൽ വിധി പറയുകയാണ് കോടതി. വളരെ പ്രധാനപ്പെട്ട ശിക്ഷാവിധി. ചെന്താമരയ്ക്ക് എന്ത് ശിക്ഷ? കോടതി വിധിന്യായത്തിൽ കോടതിയിൽ ഇതുവരെ നടന്ന നടപടിക്രമങ്ങളിൽ പ്രതി കോടതിയിൽ നടത്തിയ പരാമർശങ്ങളടക്കം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രതിക്ക് കുറ്റബോധമില്ല എന്ന തെളിവിന് കാരണമായി പ്രതിയുടെ ചില പരാമർശങ്ങൾ മാറിയുകുമോ എന്ന സൂചന കൂടി വിധിന്യായത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ പുറത്തു വരുന്നുണ്ട്. എനിക്ക് മാനസിക പ്രശ്നമില്ലെന്ന ഡോക്ടറുടെ പ്രതിക്ക് മാനസിക പ്രശ്നമില്ലെന്ന ഡോക്ടർ റിപ്പോർട്ടുണ്ട്. ഇതടക്കം പരിഗണിച്ചുകൊണ്ടാണ് വരുന്നത്. എനിക്ക് നേരെ വന്നാൽ അവരുടെ ജീവൻ പോകും, ഞാൻ ഗാന്ധിയല്ല, അവനവന് വന്നാലേ അറിയൂ. ഇതൊക്കെ പ്രതി കോടതിയിൽ നടത്തിയ പരാമർശമാണ്. അതായത് ഏറ്റവും ഒടുവിൽ ശിക്ഷാവിധി വരുന്ന ഘട്ടത്തിൽ നടത്തിയ പരാമർശമാണ്. അപ്പോൾ ആ പരാമർശങ്ങളടക്കം കോടതി ഇപ്പോൾ അന്തിമ വിധിന്യായത്തിൽ ഉൾപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഇത് സംബന്ധിച്ച് പ്രതിക്ക് കുറ്റബോധം ഇല്ല, പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ല എന്ന വിലയിരുത്തൽ കൂടി കോടതി നടത്തിയിട്ടുണ്ട് എന്നത് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ആ നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ഈ കൊലപാതകത്തിൽ ഉണ്ടാവുന്ന ശിക്ഷാവിധിയോടെ കുടുംബത്തിൻ്റെ അടക്കമുള്ള പ്രതികരണങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. സജിതയുടെ മക്കൾ, അനാഥമാക്കപ്പെട്ട സുധാകരൻ്റെ മക്കൾ, അവർ ഈ വിധിയോട് നടത്താൻ പോകുന്ന പ്രതിയെ തൂക്കിക്കൊല്ലണമെന്നതാണ് കഴിഞ്ഞ ദിവസം തന്നെ അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പരമാവധി ശിക്ഷ നൽകണമെന്നതാണ്. ഇനിയും പുറത്തിറങ്ങിയാൽ ഞങ്ങൾക്ക് ഇനിയും ഭയമുണ്ട്, ജീവിച്ചിരിക്കാൻ പാടില്ല ഈ പ്രതി. ചെന്താമര അത്രം കൊടും ക്രൂരനാണ്. ഇതൊക്കെയാണ് അന്ന് കുടുംബം വിശദീകരിച്ചത്. സമാന നിലപാടാണ് അവർക്ക് ഇപ്പോഴും ഉള്ളത്. എന്തായാലും ശിക്ഷാവിധി വരാനിരിക്കുന്നു. ആദ്യ കൊലപാതകത്തിൽ ഇരട്ട ജീവപര്യന്തം അനുഭവിക്കുന്ന ചെന്താമരയ്ക്ക് വീണ്ടും ഒരു ഇരട്ട കൊലപാതകത്തിൽ ഇനി എന്ത് ശിക്ഷ എന്നതാണ്. എല്ലാ തെളിവുകളും കൃത്യമായി ഫ്രെയിം ചെയ്ത് കോടതിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. പ്രതിഭാഗത്തിൻ്റെ വാദം ഇതുമാത്രം. പ്രായം ഏറെയുള്ള വ്യക്തിയാണ്, ഇനിയും മാനസിക പരിണാമം വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഏറ്റവും പരമാവധി ശിക്ഷ നൽകരുത് എന്ന വാദം മാത്രം. അതാണ് ഇപ്പോഴുണ്ടാവുന്ന കാര്യം. പഴയ കേസുകളടക്കം കോടതി ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. പഴയ കേസുകൾ എന്ന് പറയുമ്പോൾ ചെന്താമരയുടെ പഴയ കാര്യങ്ങളൊക്കെ. CV അനുമോദുണ്ട്. അനുമോദ്, ചെന്താമരയുടെ ആദ്യ കൊലപാതകവും അതിൻ്റെ ശിക്ഷാ നടപടിക്രമങ്ങളും ഒക്കെയാണോ കോടതി ഇപ്പോൾ പരാമർശിച്ചു പോകുന്നത്? യെസ്, ആദ്യ കൊലപാതകമായ സജിത കേസടക്കം പരാമർശിച്ചാണ് കോടതി പോകുന്നത്. കോടതിയുടെ പരാമർശം ഇതാണ്. ചെന്താമര ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം അനുഭവിച്ചു വരുന്ന വ്യക്തിയാണ്. ആദ്യ സജിത കൊലക്കേസിൽ ഇരട്ട ജീവപര്യന്തമാണ് പ്രതിക്കുണ്ടായത്. ആ ശിക്ഷ ഇപ്പോൾ അനുഭവിച്ചു വരികയാണ്. ഇതടക്കം ഈ കേസിൻ്റെ വിധിന്യായത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അന്തിമ വിധി കോടതി പറയും. CV അനുമോദുണ്ട്. അനുമോദ്, പ്രതിയുടെ കഴിഞ്ഞകാല ചരിത്രം, പ്രതിയുടെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രം, ആദ്യ കൊലപാതകം, അതിൻ്റെ സാഹചര്യം, അതിൻ്റെ ശിക്ഷാവിധിയൊക്കെ കോടതി ഈ അന്തിമ വിധിന്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അല്ലേ? തീർച്ചയായും സജിത കേസാണ് ഇപ്പോൾ കോടതി പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 2019 നടന്ന ഈ ഒരു കേസാണ്. 2019 ഓഗസ്റ്റ് 31 നടന്ന സജിത കൊലപാതകമാണ് ഇപ്പോൾ കോടതിയിൽ പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് ഇയാൾ ഇരട്ട കൊലപാതകം നടത്തിയത്. ഇതൊക്കെ തന്നെ പരസ്പരം ബന്ധിക്കപ്പെട്ടുള്ളൂ, കണക്റ്റഡ് ആണ്. അതായത് ഒരു കുറ്റകൃത്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ രണ്ട് കൊലപാതകം നടന്നിട്ടുള്ളത്. ഇതൊരു ചെയിൻഡ് ആയിട്ടുള്ള ഒരു മർഡറാണ് എന്ന് തന്നെ വേണം കോടതിയുടെ ഭാഗത്തുനിന്ന് നിരീക്ഷണത്തിൽ നമുക്ക് വിലയിരുത്തുവാൻ. അതായത് 2019 നടന്ന കൊലപാതകം, അതിനുശേഷവും ഇയാളുടെ പക അല്ലെങ്കിൽ ഇയാളുടെ വൈരാഗ്യം മാറുന്നില്ല. ഇയാൾ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ ജാമ്യാവസ്ഥ ലംഘിച്ചുകൊണ്ട് മുൻപ് താമസിച്ചിരുന്ന അവിടേക്ക് തന്നെ വന്ന് താമസിക്കുന്നു. അവസരം നോക്കി നിൽക്കുന്നു. സാഹചര്യം ഒത്തുവന്നപ്പോൾ രണ്ടുപേരെ കൊല്ലുന്നു. അതായത് സജിതയുടെ ഭർത്താവായ സുധാകരനെ, അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊല്ലുന്നു. ഇത് കൃത്യമായ ആസൂത്രണമാണ്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ തന്നെ ഇയാൾ ആയുധങ്ങൾ കരുതി വച്ചിരുന്നു, ആയുധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതിനുള്ള സാഹചര്യങ്ങൾ മാത്രമായിരുന്നു അയാൾ നോക്കിയിരുന്നത്. അനിവാര്യമായ, അതായത് ഉചിതമായ സമയം നോക്കി ഇയാൾ ആ കൃത്യം നടത്തിയെന്നാണ് വിലയിരുത്തുന്നത്. അതായത് ഒരു കൊലപാതകമല്ല, 3 കൊലപാതകമാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്. അതും ഇനിയും അയാൾ കൊലപാതകം ചെയ്യുമെന്നൊരു ഭീഷണി കൂടി അയാളുടെ ഓരോ സംസാരത്തിലും ഓരോ പ്രവൃത്തിയിലും അത് പ്രതിധ്വനിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇയാളൊരു വലിയ ആശങ്കയാണ്, വലിയൊരു പേടിയാണ് സമൂഹത്തിന് ഉയർത്തുന്നത്. ഇയാളുടെ മനോനിലയിൽ ഒരു മാറ്റവുമില്ല. ഇത്രയും ഒരു 3 കൊലപാതകം ചെയ്തിട്ടും താൻ ചെയ്തത് ഒരു തെറ്റേ അല്ല എന്ന നിലപാടാണ് ഇയാൾക്കുള്ളത്. അത് ഇയാളുടെ പെരുമാറ്റത്തിലും ഇയാൾ കോടതിക്ക് നൽകിയ മറുപടികളിലും ഒക്കെ തന്നെ തെളിയുന്ന ഒന്നാണ്.
അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇയാളെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അപൂർവങ്ങളായിട്ടുള്ള കേസായിട്ട് കോടതി പരിഗണിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. അതായത് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് കോടതിയുടെ ഇതുവരെയുള്ള നടപടികളെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഇനി നിയമസഹായ സമിതിയുടെ റിപ്പോർട്ട് തള്ളുമോ, അതിലെ കാര്യങ്ങൾ എന്തെങ്കിലും കോടതി ഉൾക്കൊള്ളുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന് വിവിധ സ്ഥലങ്ങളിൽ സമാന കൊലപാതക നടന്ന കേസുകളും വായിച്ചു കേൾപ്പിക്കുന്നുണ്ട്. പ്രതിക്ക് മാനസാന്തരമുണ്ടാകില്ലെന്ന് ജഡ്ജി പറഞ്ഞു. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരുന്നത്. അതായത് പ്രതിക്ക് മാനസാന്തരം ഉണ്ടാകില്ലെന്ന ജഡ്ജിയുടെ പരാമർശം, അത് ഈ കേസിൽ വളരെ നിർണായകമായ ഒന്ന് തന്നെയാണ്. മാനസാന്തരത്തിന് സാധ്യതയില്ലെന്ന് ജഡ്ജി പറയുമ്പോൾ ഇയാൾ ഭീഷണിയാണ് എന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കുവാൻ. അതായത് മിറ്റിഗേഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന ഇയാൾക്ക് മാനസാന്തരത്തിന്റെ സാധ്യതകൾ മുന്നിൽ വെച്ചുള്ള റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിധിന്യായത്തിൽ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരുന്നത്. പ്രതിക്ക് മാനസാന്തരത്തിന് സാധ്യതയില്ലെന്ന് ജഡ്ജി പറയുമ്പോൾ അത് ഇയാളൊരു സ്ഥിരം കുറ്റവാളിയാണ്, സമൂഹത്തിന് ഭീഷണിയാണ്, ആശങ്കയാണ് എന്നുള്ള കാര്യങ്ങൾ കോടതി അംഗീകരിക്കുന്നു എന്ന് വേണം കരുതുവാൻ. അതെ, പ്രധാനപ്പെട്ട വിധിയിലേക്ക് കോടതി എത്തുകയാണ്. അല്പസമയത്തിനകം ഇതിൽ വിധി വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇതുവരെയുള്ള കോടതിയുടെ സമീപനം ഇയാൾക്ക് പരമാവധി ശിക്ഷയിലേക്ക് എത്തും എന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കാണുന്നത്. കാരണം മാനസാന്തരപ്പെടാനുള്ള സാധ്യത കൂടിയൊക്കെയാണ് ശിക്ഷ വിധിക്കുന്നത്. സമൂഹത്തിന് പ്രതിപക്ഷക്കാരൻ വധശിക്ഷ നൽകാമെന്ന് വിവിധ ഹൈക്കോടതി വിധികളുണ്ട് എന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മുൻപ് നടന്ന പല കേസുകൾ, അതായത് ചെന്താമര നടത്തിയ കൊലപാതകമല്ല, സമാനമായിട്ട് മുൻപ് നടന്ന കൊലപാതക കേസുകളിലെ ഈ ശിക്ഷാ വിധി കൂടി പരാമർശിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ അന്തിമ വിധിയിലേക്ക് എത്തുന്നത്. പ്രതി ചെന്താമര 2 പെൺകുട്ടികൾക്ക് ഭീഷണിയാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. ആ പെൺകുട്ടികൾ നമ്മളോടും മാധ്യമങ്ങളോടും പോലീസിനോടും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, ആ 2 കുട്ടികൾക്ക് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്, പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്, എപ്പോൾ വേണമെങ്കിലും അവരുടെ ജീവനെടുക്കാൻ ചെന്താമര വരുമെന്ന പേടിയാണ്, ഇയാൾ ജയിലിൽ ചാടി ഞങ്ങളെ കൊല്ലുമെന്ന പേടിയാണ്, ആശങ്കയാണ് ആ കുട്ടികൾ ഓരോ സമയം പങ്കുവച്ചിട്ടുള്ളത്. അതും ഈ കോടതി വിധിയിൽ പരാമർശിക്കുന്നുണ്ട്. മാനസാന്തരപ്പെടാനുള്ള സാധ്യത ഇയാൾക്കില്ല. ഇയാൾ ആ കുട്ടികൾക്ക് 2 പെൺകുട്ടികൾക്ക് ഭീഷണിയാണ്, അവരുടെ ജീവന് ഭീഷണിയാണെന്ന് കോടതി പറയുമ്പോൾ ഇനി എന്താണ് ഈ കേസിൽ ഇനി കോടതി വിധിക്കുക എന്നുള്ളതാണ്. ഇതുവരെയുള്ള വാദങ്ങളൊക്കെ തന്നെ കോടതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് പരമാവധി ശിക്ഷ നൽകുമെന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനം, അയാൾക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയിട്ടില്ല, അയാൾ മാനസാന്തരപ്പെടാനുള്ള സാധ്യതയില്ല, ഇയാൾ ഒരു പ്രതി സമൂഹത്തിന് ഭീഷണിയാണ്, ആ കുടുംബത്തിന് ഭീഷണിയാണ്. അതായത് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോഴത്തെ പരാമർശങ്ങൾ വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സജിത്ത്, അല്പസമയത്തിനകം തന്നെ വിധി വരും. ഇതിൽ മാനസാന്തരപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ജഡ്ജി പറയുമ്പോൾ ഇയാൾക്ക് നൽകാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ കോടതി നൽകുമെന്ന് പ്രതീക്ഷിക്കണം. എന്നാണെങ്കിലും അന്തിമ വിധിയിലേക്ക് എത്തുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം കേസിലെ അന്തിമ വിധി ഈ കോടതി പ്രസ്താവിക്കും. ഇതിൽ ഈ വധശിക്ഷയ്ക്ക് പരമാവധി ശിക്ഷയ്ക്കുള്ള സാധ്യതകൾ നിലനിർത്തുന്നതാണ് ഇതുവരേക്കും വരുന്ന വിവരങ്ങളൊക്കെ തന്നെ. സജിത്ത്, യെസ്, പെട്ടെന്ന് വിധി പറയാതെ മറിച്ച് ഈ കേസിന്റെ പശ്ചാത്തലം, ഇതിനു മുമ്പ് പ്രതി നടത്തിയ കൊലയുടെ പശ്ചാത്തലം, ആ കേസിന്റെ ഇപ്പോഴത്തെ സാഹചര്യം, ഈ കേസിൽ ബാധിക്കപ്പെട്ടവരുടെ കുടുംബ സാഹചര്യങ്ങൾ, അവർ നേരിടുന്ന പ്രതിസന്ധികൾ, ഇതൊക്കെ കോടതി വിധിന്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കോടതി എത്തുന്നത് ഈ ചെന്താമര കൊടും ക്രിമിനലാണ്, ഇനി മാനസാന്തരപ്പെടാനുള്ള ഒരു സാഹചര്യവുമില്ല എന്ന് മാത്രമല്ല, ഇയാൾ പുറത്തിറങ്ങിയാൽ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ, ആ കുടുംബത്തിൻ്റെ ഭയം, അനാഥകമാക്കപ്പെട്ട 2 പെൺകുട്ടികളുടെ ജീവിതം, ഇതടക്കം പരാമർശിച്ചുകൊണ്ടുള്ള വിധിന്യായത്തിലേക്ക് കോടതി വരുന്നു എന്നതാണ്. അതായത് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷയിലേക്ക് തന്നെയാണ് വരുന്നത്. സാധാരണ വിധിന്യായം പെട്ടെന്ന് പറയുന്നതിനപ്പുറം ഈ കേസിൻ്റെ മുൻകാല ചരിത്രം അടക്കം പരാമർശിച്ചാണ് കോടതി കടന്നു പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ചെന്താമരയെ കാത്തിരിക്കുന്ന വിധി എന്ത് എന്നത് നമുക്ക് ചെറിയ നിമിഷത്തിൻ്റെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. കോടതി ആ വിധി പറഞ്ഞു വരികയാണ്, അതിലേക്ക് എത്തുകയാണ് കോടതി. ഇപ്പോൾ നമുക്ക് കോടതിയുടെ നടപടിക്രമങ്ങളുടെ തത്സമയ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.